രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഈ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, UDF സഹകരണം ഇടതുമുന്നണി ചർച്ചയാക്കുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയ മറുപടി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് UDF നേതാക്കളും കളം നിറയുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ശക്തമായ പ്രതികരണമാണ് നടന്നത്. സർക്കാരിനെതിരായ വിധിയെഴുത്തുണ്ടാകുമെന്ന് പറയുന്നു. ഇതിനിടയിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മലപ്പുറത്ത് ചേരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ആരെങ്കിലും UDF-നെ പിന്തുണച്ചു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല. സർക്കാരിനെതിരായ വികാരം തന്നെയാണ് നിലമ്പൂരിൻ്റെ ജനവിധി നിർണ്ണയിക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ പ്രചരണവാദങ്ങളെ തള്ളിക്കൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറഞ്ഞ വാക്കുകൾ. നമുക്ക് ഇന്ന് CPM-ന്റെ കമ്മിറ്റിയും അതിൻ്റെ രാഷ്ട്രീയവും പരിശോധിക്കാം. VV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മലപ്പുറത്ത് ചേരുന്നു. നേതാക്കളുടെ സൗകര്യാർത്ഥം ചേരുന്നതാവാം. പക്ഷേ CPM സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണം നടക്കുമെന്ന് നമുക്ക് കരുതാം. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് നേതാക്കൾ ഒന്നൊഴിയാതെ ഈ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, UDF ബന്ധം ആയുധമാക്കുന്നത്. അങ്ങനെ പ്രചരണ വിഷയം മാറ്റിയെടുക്കുക എന്നൊരു ഇടതു തന്ത്രം കൂടി ഇതിൻ്റെ അകത്ത് പ്രകടമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും വളരെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി മാത്രം ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ദിവസത്തെ യോഗത്തിന് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ക്രമീകരിച്ച് വരാറില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തുന്നു. 13-ാം തീയതി വീണ്ടും നിലമ്പൂരിലേക്ക് എത്താനുള്ളതാണ് മുഖ്യമന്ത്രിക്ക്. 3 ദിവസത്തെ യോഗം ഷെഡ്യൂളാണ് അദ്ദേഹത്തിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളത്. അതിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു യോഗത്തിന് വേണ്ടി മാത്രം മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ സ്വാഭാവികമായും എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു യോഗമാണ് CPM ഇവിടെ ചേർന്നതെന്ന് വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള ഒരു പുരോഗതി, M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് മുമ്പും ശേഷവും എന്ന രീതിയിലാണ് CPM ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും CPM-ന്റെ സാധ്യതകളെയും കാണുന്നത്. UDF-ന് നല്ല സ്വാധീനമുള്ള, നല്ല മേൽക്കൈയുള്ള ഒരു മണ്ഡലം. അവിടെ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ചിത്രം മാറി എന്നൊരു വിലയിരുത്തലാണ് CPM നേതാക്കൾ സംസാരിക്കുമ്പോൾ നേരിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ വ്യക്തിപരമായും ഒക്കെ പറയുന്നത് ആ ഒരു കാര്യമാണ്. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ CPM സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണ വിഷയങ്ങളിലേക്ക് വികസനം കൊണ്ടുവരാനാണ് CPM ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുവരെയും ആ രീതിയിൽ അത് അവർക്ക് ആ കാര്യത്തിൽ വിജയിക്കാനായിട്ടില്ല. വഴിക്കടവിലെ കുട്ടിയുടെ ദൗർഭാഗ്യകരമായ മരണം, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വനമേഖലയിലെ വന്യജീവി സംഘർഷങ്ങളൊക്കെയാണ് ഇവിടെ കത്തുന്ന വിഷയമായി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺഗ്രസ് പിന്തുണ, UDF-ന് പിന്തുണ നൽകുന്നതോടുകൂടി വിഷയം ഒരുപക്ഷെ അതിലേക്ക് മാറ്റാനാകും CPM-ന്റെ ശ്രമം. BJP-ക്കും അക്കാര്യത്തിൽ പല കാര്യങ്ങളും പറയാനുണ്ടാകും. ഇന്ന് ഈ സംസ്ഥാന നേതാക്കളൊക്കെ അതിരൂക്ഷ വിമർശനമാണ്. മഴവിൽ സഖ്യമെന്ന് ന്യൂസ് 18-നോട് MV ഗോവിന്ദൻ പറയുന്നു. അതിനുശേഷം ഇളമരകരും കുറച്ചുകൂടി കടന്ന പരാമർശമാണ്. അവിഹിത വീഴ്ച എന്നാണ് UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ഇളമരക്കാരെയും വിശേഷിപ്പിച്ചത്. പ്രത്യേകിച്ചും അതിൽ തീവ്രവാദ ആക്രമണവുമായൊക്കെ, സിന്ദൂർ ആക്രമണവുമായി ഒക്കെ ബന്ധപ്പെടുത്തിയുള്ള ഒരു വിമർശനമാണ് ഇളമരക്കരയുടെ ഭാഗത്തുണ്ടായത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാജ്യം പോകുമ്പോൾ തീവ്രവാദ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് അങ്ങേറ്റ അപകടകരമെന്നാണ് CPM പറയുന്നത്. PDP ബന്ധത്തെ ഉയർത്തി CPM-ന്റെ ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാമെന്ന കോൺഗ്രസ് നീക്കങ്ങളെയും CPM തള്ളുന്നുണ്ട്. PDP-യോട് ഇടതുമുന്നണി ഒരു പിന്തുണ തേടിപ്പോയതല്ല, അവർ സ്വാഭാവികമായും പിന്തുണ നൽകിയതാണ്. അത് മാത്രവുമല്ല, അവർ ഈ ലോകമെമ്പാടും അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി പോലൊരു സംഘടനയും അല്ല എന്ന് CPM ന്യായീകരിക്കുന്നു. PDP നേരത്തെയും ഇടതുമുന്നണി സഹകരിച്ചു പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ്. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമി UDF-യുമായി സഖ്യകക്ഷികളെ പോലെയാണ് ഇപ്പോൾ തന്നെ പെരുമാറുന്നതെന്ന് ശിവൻകുട്ടി പറയുന്നു. ഇളമരക്കരീം അത് പറയുന്നു. അസോസിയേറ്റ് അംഗമായി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDF-യുമായി ചേരുന്നത്. അതിലെ വൈരുദ്ധ്യമാണ് തുറന്നു കാട്ടാൻ CPM ഇടതുമുന്നണി ശ്രമിക്കുക. നേരത്തെ മഞ്ജുഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർത്തിയ നേതാവാണ്, നഖശിഖാന്തം എതിർത്തിരുന്ന നേതാവാണ് ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മകൻ ഷൗക്കത്തും സമാന നിലപാടായിരുന്നു. ഷൗക്കത്തിനോടും അത്ര പഥ്യമായിരുന്നില്ല ഈ അടുത്ത കാലത്ത് വരെ ജമാഅത്തെ ഇസ്ലാമിക്ക്, വെൽഫെയർ പാർട്ടിക്കുമൊക്കെ. പക്ഷേ അവർ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിലെ ഒരു വൈരുദ്ധ്യം തുറന്നു കാട്ടി മുന്നോട്ട് പോകാനാകും CPM ശ്രമിക്കുക. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി, ഇനി ഈ 8 ദിവസം മാത്രം ശേഷിക്കെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, അവ തന്നെയാകും ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. CPM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, സെക്രട്ടറി അംഗങ്ങളൊക്കെ, M സ്വരാജ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് അദ്ദേഹം ഇവിടെ പങ്കെടുക്കുന്നില്ല. ബാക്കി ഏതാണ്ട് എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ നിർണായകമായ യോഗമാണ്. യോഗശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടേക്കും. ഈ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും അല്പസമയത്തിനകം VD സതീഷിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. അവരുടെ ന്യായീകരണവും PDP ബന്ധത്തിൽ ഇടതുമുന്നണിക്കെതിരെയുള്ള വിമർശനങ്ങളുമൊക്കെ ആ വാർത്താ സമ്മേളനത്തിലുണ്ടാകും. അതിൻ്റെ മറുപടി MV ഗോവിന്ദൻ പറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്
വർഗീയ കക്ഷികളുമായി പിന്തുണ തേടുന്നതാര് എന്ന ചോദ്യമാണ്. ഇവിടെയാണ് ഇടതുമുന്നണിയുടെ തന്ത്രം. അവിടെ അവർ പയറ്റുന്നത് ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് തന്നെ വർഗീയത പ്രചരിപ്പിക്കുന്ന, ഭീകരവാദം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയുമായി UDF സന്ധി ചേരുന്നു. അങ്ങനെയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ്. അതിൽ UDFന് വലിയ മറുപടികൾ നൽകേണ്ടി വരും. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് അടക്കം മാധ്യമങ്ങളെ കാണുമ്പോൾ ആ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ മറുപടി, അവരുടെ പ്രതികരണം നിർണായകമാണ്. ആരെങ്കിലും UDFനെ പിന്തുണച്ചു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെഴുത്ത് തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടാവുക എന്നതും PK കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 8 പറയുന്നു. എല്ലാ വർഗീയ ശക്തികളും കാലം ഇത്രയും ഇടതുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു. ഓരോ ചെറിയ പാർട്ടികൾ അവരുടേതായ നിലക്ക് ഓരോ പിന്തുണ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്. മനസ്സിലായില്ലേ? അതവർ മറച്ചു വെക്കുകയാണ്. PDP അങ്ങോട്ട്, PDP സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ്. വെൽഫെയർ കുറെ കാലം അവരുടെ കൂടെ ആയിരുന്നു, ഇപ്പൊ വിട്ടതാണ്. ആ ഒരു വ്യത്യാസമുണ്ട്, ആ വ്യത്യാസമേ ഉള്ളൂ. ഓരോ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അത് UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയോ പോളിസിയോ ഒന്നും ബാധിക്കാൻ പോണില്ല. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്, ഇനി പലതും വരും. അത് വേറെ കാര്യം. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ഇടതുപക്ഷം തയ്യാറുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യമാണ്. കാരണം അങ്ങോട്ട് വെൽഫെയറിന്റെ ചരിത്രം ഒന്നും പറയേണ്ട ഒരു സമയം പറയേണ്ട, അതിനുവേണ്ടി സമയം ചെലവാക്കേണ്ട കാര്യമില്ല. അപ്പൊ PDP അങ്ങോട്ട്, വെൽഫെയർ ഇങ്ങോട്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏശാത്ത കാര്യങ്ങളാണ്. അതും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അതാണ് സാഹചര്യം. CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, മലപ്പുറം ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ജില്ലയാണ്, നിലമ്പൂർ മണ്ഡലം പ്രത്യേകിച്ചും. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ചെറു ഘടകങ്ങൾ പോലും ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയേക്കാം. ആ തിരിച്ചറിവിലാണ് കൊണ്ടും കൊടുത്തുമുള്ള ഇടത് വലത് മുന്നണികളുടെ നീക്കം. CPM ആരോപണത്തിന് UDF നൽകാൻ പോകുന്ന മറുപടിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കിലുള്ളത്. പ്രതിപക്ഷ നേതാവും അതുതന്നെയായിരിക്കും പറയാൻ പോവുക. എന്താണ്